ഖുർആന്റെ വിഷയത്തിൽ പിഴച്ച ആളുകൾ ഒരുപാടാണ്. അതിൽ പെട്ട ആളുകളാണ് ഒന്ന് അൽ ഖുർആനിയൂൻ. ഖുർആനിയൂൻ എന്ന് പറഞ്ഞ ആളുകൾ നമുക്കറിയാം ഖുർആൻ മാത്രം എടുക്കുകയുള്ളൂ, സുന്നത്ത് എന്ത് ചെയ്യും? നിഷേധിക്കും. അവരെ ഹുക്മ എന്താണ്? കാഫിറുകളാണ്. രണ്ടാമത്തെ വിഭാഗക്കാരാണ് ഈ ഖുർആന്റെ വിഷയത്തിൽ പിഴച്ചു പോയിട്ടുള്ള ആളുകളിൽ അൽ ഖറാമിത്ത. ഇത് നമുക്കറിയാം, ഈ ഹജറുൽ അസ്വദ് ഒക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് ഹാജിമാരൊക്കെ ഒരുപാട് കൊന്ന ഹജർ അസ്വദ് എന്നിട്ട് പൊട്ടി തകർത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന വിഭാഗമാണ് ഈ ഖറാമിത്തകൾ, ബാത്തിനിയ ഖറാമിത്ത. അവർ പറയുന്നത് ഖുർആന് വാഹിറും ബാത്തിനും ഉണ്ടെന്നാണ്. പ്രത്യക്ഷമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്, പരോക്ഷമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടെന്നാണ് ആര് പറയുന്നത്? ബാത്തിനിയകൾ പറയും. എന്നിട്ട് അവർ ബാത്തിലായിട്ടുള്ള തഫ്സീറുകൾ കൊണ്ടുവരും. അവർ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ എന്ന് പറഞ്ഞാൽ എന്താ പറയും? ബഖറ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയും. യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത് എന്ന് പറഞ്ഞാൽ ജിബ്തും താഗൂത്ത് ആരാന്ന് പറയും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഇത് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ ഹദീദഅവത്തുൽ ഷെയ്ഖ് മുബി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അപ്പോ ഈ വിഭാഗക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആന് വാഹിറും ബാത്തിനാണെന്ന് പറഞ്ഞിട്ട് ബാത്തിലായിട്ടുള്ള തഫ്സീറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഖറാമിത്ത വിഭാഗക്കാർ. അതിൽ പെട്ടതാണ് പിന്നെ മറ്റൊരു വിഭാഗം, മൂന്നാമത്തെ വിഭാഗം റാഫിദ. റാഫിദകൾ എന്താ പറയുന്നത്? ഖുർആൻ എന്താന്ന് പറഞ്ഞത് നമ്മളെ കയ്യിലുള്ള നാഖിസാണ്, പൂർണ്ണമല്ലാത്ത ഖുർആൻ നമ്മളെ കയ്യിലുള്ളത്. പൂർണ്ണമായിട്ടുള്ള ഖുർആൻ ആരെയിലുള്ളത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലാണ് പൂർണ്ണമായിട്ടുള്ള ഖുർആൻ. ആരാണ് ഇത് പൂർണ്ണമല്ലാതാക്കിയത്? സഹാബാക്കളാണ് പോലും. സഹാബാക്കൾ എന്ത് ചെയ്തു? ഖുർആനിൽ കൈകടത്തലുകൾ നടത്തിയിട്ട് അതെന്ത് ചെയ്തു? കുറവുള്ളതാക്കി മാറ്റി. അപ്പോൾ അവരെ കയ്യിലുള്ള, അതായത് ഉദ്ദേശിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉദ്ദേശിക്കുന്നത് അവരെ കയ്യിലുള്ള ഖുർആൻ, അതാണ് പൂർണ്ണമായിട്ടുള്ളത്. അവരെന്ത് ചെയ്തു? പഴിച്ചുപോയി. റാഫിദകളും കുഫാറുകളാണ്, ഖറാമിത്തകളും കുഫാറുകളാണ്. നാലാമത്തേത് ജഹ്മിയ. ജഹ്മിയ വാക്കുകൾ പറഞ്ഞിട്ടുള്ള അൽ ഖുർആൻ മഖ്ലൂഖ്, ഖുർആൻ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന് അവർ പറഞ്ഞു. ഇതെന്തല്ല അഹ്ലുസുന്നത്തിന്റെ അഖീദല്ല, അത് കുഫ്രം വാദമാണ്. അടുത്ത വിഭാഗമാണ് അഞ്ചാമത്തേത് അൽ അജാരിദ. അജാരിദ എന്ന് പറഞ്ഞാൽ ഫിർഖത്തു മിനൽ ഖവാരിജ് ആണ്. ഖവാരിജുകളിലെ ഒരു വിഭാഗമാണ് എന്ത്? അൽ അജാരിദ. കാരണം ഖവാരിജുകൾ പല ടീമുകളുണ്ട്. ഇമാം അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് 20ഓളം ടീമുകൾ ഉണ്ട് പോലും ഖവാരിജിന്റെ ഉള്ളിൽ തന്നെ. ഇവരെന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സൂറത്ത് യൂസുഫ് എതിർത്തു. സൂറത്ത് യൂസുഫ് എന്തല്ല ഖുർആനിലല്ല എന്ന് പറഞ്ഞു. എന്താണ് കാരണം വെച്ച് പറഞ്ഞു? അതിൽ പ്രേമുണ്ട് അത്ര, അത് ഖുർആനെ യോജിച്ചിട്ടല്ല, അള്ളാഹിന്റെ സംസാരത്തിൽ അങ്ങനൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് അത് നിഷേധിച്ചു. ഈ ഖവാരിജുകളുടെ വിധി എന്താണ്? മുസ്ലിങ്ങളാണോ കാഫറാണോ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. പക്ഷെ ഇവര് കുഫാറുകളാണ്. കാരണം എന്താണ്? ഖുർആനെ എന്ത് ചെയ്തു? അവർ നിഷേധിച്ചു. ഖുർആനിലെ ഒരു ഭാഗം നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഫറാണ്. ഇതല്ലാത്ത വിഭാഗക്കാരുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയ കിതാബിൽ പഠിക്കും.